വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് മഹാരാഷ്ട്ര. ബദ്ധവൈരികളെപ്പോലെ പോരടിക്കുന്ന രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്ന മനോഹര നിമിഷത്തിന് മഹാരാഷ്ട്ര കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. 2 പതിറ്റാണ്ടിന് ശേഷം ഒരേ വേദിയിൽ കൈകോർത്ത് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവായ ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന തലവനായ രാജ് താക്കറെയും എത്തിയതോടെയാണ് BJPക്കെതിരെയുള്ള ഹൈന്ദവ ശക്തികൾ ഒന്നിക്കുന്നു എന്നുള്ള ഒരു ധ്വനി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാവുന്നത്. മുംബൈ കോർപ്പറേഷൻ അഥവാ BMC തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദാദറിലെ ശിവാജി പാർക്കിൽ നടന്ന മഹാറാലിയിലാണ് ഇരുവരും ഒന്നിച്ചത്. വേദിയിൽ BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വ്യവസായിയായ ഗൗതം അദാനിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നേതാക്കൾ ഉന്നയിച്ചത്. മുംബൈയെ ഗുജറാത്ത് ലോബിക്ക് വിൽക്കുവാനാണ് BJP ശ്രമിക്കുന്നത് എന്നതാണ് ഇരുവരും ഒരുപോലെ ആരോപിച്ചത്. മോദി അധികാരമേറ്റ ശേഷം അദാനിക്കുണ്ടായ വളർച്ച വേദിയിൽ രാജ് താക്കറെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തതോടെ വലിയ ഞെട്ടലിലാണ് NDA സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത്. 2014 മഹാരാഷ്ട്രയിൽ വെറും ഒരു പദ്ധതി മാത്രമുണ്ടായിരുന്ന അദാനി ഗ്രൂപ്പ് 2025 ആയപ്പോഴേക്കും വൈദ്യുതി, സിമന്റ്, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ തുടങ്ങി ഒട്ടുമിക്ക മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചതായി രാജ് താക്കറെ തെളിവുകൾ സഹിതം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഇതിൻ്റെ മാപ്പുകളും അദ്ദേഹം വേദിയിൽ അവതരിപ്പിച്ചിരുന്നു. മുംബൈ മഹാരാഷ്ട്രക്ക് ലഭിച്ചതിൽ അതൃപ്തിയുള്ള ചില ശക്തികൾ അദാനിയെ ഉപയോഗിച്ച് നഗരത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുകയാണെന്നുള്ള ഗുരുതരമായ ആരോപണവും അദ്ദേഹത്തിനുണ്ട്. താരാപൂർ ആണവ പദ്ധതി, തുങ്കരേശ്വർ വനഭൂമി, ധാരാവി പുനരുദ്ധാരണം, സ്മാർട്ട് മീറ്റർ തുടങ്ങി നിരവധി പദ്ധതികൾ അദാനിക്ക് നൽകിയതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. BJP അഴിമതിക്കും വർഗീയതയ്ക്കും മുൻഗണന നൽകുന്ന പാർട്ടിയാണിതെന്നാണ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പറഞ്ഞത്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ അവർ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു മറാഠി വിഭജനം സൃഷ്ടിക്കുകയാണ്. മുംബൈ കോർപ്പറേഷൻ ഭരണം കൈക്കലാക്കി നഗരത്തെ കൊള്ളയടിക്കുവാനാണ് ശിവസേനയുമായുള്ള സഖ്യം BJP വേണ്ടെന്ന് വച്ചത് എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. ഈയൊരു മഹാറാലിക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിലും അദാനിക്കെതിരെ വ്യാപകമായ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. 11 വർഷത്തിനിടെ അദാനി ഗ്രൂപ്പ് രാജ്യവ്യാപകമായി വളർന്നത് എങ്ങനെയെന്ന് വിശദമാക്കുന്ന ഒരു വീഡിയോ രാജ് താക്കറെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട്. മറാത്തി ജനതയുടെ നിലനിൽപ്പിനായുള്ള അവസാന അവസരമാണിതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇരു നേതാക്കളും തങ്ങളുടെ പ്രസംഗം അവസാനിപ്പിച്ചത്. പവർ പോയിന്റ് പ്രസന്റേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.